തോളത്തിരിക്കുന്നത് നല്ല ഓലമീനാണ്. ഏകദേശം ഒരു 40 കിലോ തന്നെ ഓലമീനാണ്. അപ്പോൾ ഇവനെ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവാണ്. വെട്ടി ഒഴിവാക്കേണ്ട, ഇത് നമുക്ക് ആവശ്യമില്ല. സംഭവം നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ പോലെ കേട്ടോ. കയ്യിൽ നമ്മുടെ മീനിൻ്റെ വാല് നമ്മൾ കട്ട് ചെയ്യണ്ട. നമ്മുടെ മീനിൻ്റെ വാല് തന്നെ ഇത്ര ഉണ്ട് കേട്ടോ, ബൂമറാങ്ക് പോലെ ഇരിപ്പുണ്ട്. നമ്മുടെ മീനിൻ്റെ തൊലി ചെത്തുന്ന സമയത്ത് കുറച്ചൊക്കെ മീറ്റ് പോകും, പക്ഷെ നമ്മളത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഓരോ പീസുകളായിട്ട് ഇങ്ങനെ ചെത്തി ഇറക്കണം കേട്ടോ. നമ്മുടെ മീനെ കഴുകി സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ മീനെ നമ്മൾ നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ മീനെ അത്യാവശ്യം ഒരു ഗ്യാപ്പ് ഇട്ട് ഇതേപോലെ ഇങ്ങനെ വരഞ്ഞിങ്ങനെ കൊടുക്കുകയാണ്. ഇനി നമ്മുടെ മസാലയുടെ പരിപാടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പച്ചമുളക്, അതുപോലെ തന്നെ ചുവന്നുള്ളി, പിന്നെ ചെറുനാരങ്ങ, പിന്നെ നമ്മുടെ മല്ലിച്ചെപ്പ്, ഈ മല്ലിച്ചെപ്പ് കൂടി നമ്മൾ അരച്ചെടുക്കണം. ഉള്ളിയും നമ്മുടെ മുളക് കൂടി അരച്ച് മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചെറുനാരങ്ങ ഒരു 4 ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക, ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതിലേക്ക് കാശ്മീർ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി ഇതേ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതേ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിൻ്റെ നടുക്കൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മളിതേ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതേ നമ്മുടെ എല്ലാ സാധനങ്ങളും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ മീനിൽ നമ്മൾ തേക്കാൻ പോകുന്ന മസാല. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതുകൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മസാല പരിപാടി മൊത്തം കംപ്ലീറ്റ് ആകും. മച്ചമരങ്ങൾ നമ്മുടെ മസാല മൊത്തത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ മീനിലേക്ക് തേച്ച് കൊടുക്കാം. നമ്മുടെ വെട്ടമൊക്കെ അത്യാവശ്യം പോയി തുടങ്ങിയിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ മസാല എടുത്ത് നമ്മുടെ മീനിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്താ നമ്മുടെ മസാലയിൽ ഇനി മീൻ എന്താ പറയുക കുളിച്ച് വരണം. അതുപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പിലേക്കൊക്കെ മസാല നമ്മളിങ്ങനെ ഇറക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മീൻകുട്ടനെ നമ്മുടെ ഈ ഒരു കേജിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അച്ഛൻ പറയുമ്പോൾ നമ്മളുടെ മീനെ നമ്മൾ ഇനി എടുത്തിട്ട് നമ്മളുടെ കനലുമീക്ക് വെച്ച് കൊടുക്കുകയാണ്. കൈ നോക്കിക്കോട്ടു, നല്ല പഴുത്തൊക്കെ നമ്മുടെ കമ്പി ഓലക്കുടിയൻ ചുട്ടെടുത്തത്. അപ്പോൾ സംഭവം സെറ്റായിട്ടോ മച്ചമാരെ. നമ്മുടെ ഓലക്കുടിയൻ മീൻ നമ്മുടെ ചുട്ട് നമ്മുടെ മുമ്പിൽ നിരത്തി ഇങ്ങനെ വെച്ചേക്കാട്ടാ. സംഭവം മണം കേട്ടിട്ട് ഒരു രക്ഷയില്ല. പിന്നെ ചാറക്കിന്റെ മുകളിൽ ഇങ്ങനെ വീഴൂട്ടാ നമ്മുടെ ചെറുനാരങ്ങയുടെ നീര്. എന്നിട്ട് ഇതോട് മാറ്റി വെച്ചിട്ട് നമ്മൾ എവിടെ നിന്ന് കിള്ളാൻ പോണേ, ഇവിടെ നിന്ന് കിള്ളാൻ പോവാട്ടാ. ഇതിങ്ങനെ ആ നെയ്യൊക്കെ കൂട്ടി നല്ല ജ്യൂസി ആയിട്ടുള്ള പീസ് ഇങ്ങനെ കിള്ളിയെടുത്തിട്ട് കേട്ടാ. ഇതാണ് നമ്മുടെ ഐറ്റം. ഇതെങ്ങനെ എടുത്തിട്ട് നമ്മളിത് സത്യം പറഞ്ഞാൽ ഓലക്കുടി എന്ന് പറഞ്ഞ മീൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. ഗ്രില്ല് ചെയ്യാൻ അടിപൊളി മീൻ, ഒരു രക്ഷയില്ല. കണ്ടാ അതിങ്ങനെ ഒരു ക്യാരറ്റിൻ്റെ പീസൊക്കെ എടുത്തിട്ട്, ഒരു കുഞ്ഞി തക്കാളിയുടെ പീസൊക്കെ എടുത്തിട്ട്, വേണമെങ്കിൽ ഒരു പുതിനയില വെച്ചിട്ട്